ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പാത്തുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നോയമ്പായതുകൊണ്ട് നോമ്പ് പറ പോലെ ആക്കിയിരുന്നു. അതിനായിട്ട് കേക്കെല്ലാം ഞാൻ തന്നെയാണ് ഇന്ന് ബേക്ക് ചെയ്തത്. പരിപാടിയൊക്കെ കളറാക്കാൻ വേണ്ടി ഞാൻ കുറേ കപ്പ് കേക്കുകൾ ചെയ്തു. വാനില സ്പഞ്ചിലാണ് കപ്പ് കേക്കുകളെല്ലാം ചെയ്തത്. പിന്നെ ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങും ചെയ്തായിരുന്നു. ആദ്യം ഞാൻ ജെല്ലാണ് ചെയ്തത്. പുഡിംഗ് എല്ലാം ചെയ്ത് വൈൻ ഗ്ലാസ്സിലും ട്രെയിലും എല്ലാം നിരത്തി. സംഭവം എന്തായാലും ഞാൻ കളറാക്കാൻ വേണ്ടി തീരുമാനിച്ച്. പിള്ളേരൊക്കെ ബർത്ത്ഡേ ആയിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കേക്കുകളാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കേക്കുകളും പുഡിങ്ങുകളും എല്ലാം ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടം കേക്കുകളായിരിക്കും. അപ്പോൾ കേക്കുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാറായ ബീഫ് ബിരിയാണി വെത്തി. ചെമ്പീന്ന് കുത്തി ചോറിടുന്നതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അവിടെ നിൽക്കാനേ വയ്യായിരുന്നു. നല്ല സോഫ്റ്റ് ബീഫായിരുന്നു. തറാവിയ കഴിഞ്ഞ് എല്ലാവരും വന്ന് എന്നാൽ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു. ഞാനെല്ലാം ട്രെയിലായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ മക്കളെ എപ്പോഴും തിരക്കല, എപ്പോഴാണ് ഉമ്മി ബർത്ത്ഡേ എന്ന്. എൻ്റെ മൂത്ത മോളാണെങ്കിൽ എണ്ണി ഇരിക്കുമോ ബർത്ത്ഡേ എന്നാന്ന്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് കേക്ക് കട്ട് ചെയ്യാനും കേക്ക് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ക്യൂൻ എലിസബത്ത് ഞാൻ ഫിഷ് കട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഡ്രസ്സ്. പിന്നെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് കേക്ക് കട്ടിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പാത്തുമോൾക്ക് പടച്ചൻ്റെ അനുഗ്രഹത്താൽ 3 വയസ്സ് തികയാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത്. അതെല്ലാം കഴിഞ്ഞ് എനിക്കും ഇക്കാക്കും അവൾ കേക്ക് കട്ട് ചെയ്ത് വായി വെച്ച് തന്നു. പിന്നെ പക്രൂനും നൗസിക്കും വെച്ച് കൊടുത്തു. പിന്നെ ഇക്കാടെ ഒരു കൂട്ടുകാരനും വൈഫും ഉണ്ടായിരുന്നു, അവർക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ഉമ്മയ്ക്ക് വാപ്പിക്ക്, അങ്ങനെ എല്ലാവർക്കും അവൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ പടച്ചവൻ്റെ അനുഗ്രഹത്താൽ പരിപാടിയെല്ലാം നല്ല രീതിയിൽ നടന്നു. പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ബഹളമായിരിക്കും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെയായാലും ഇതുവരെയായിട്ടും ഫായ്ക്കും പാത്തും ഇതുവരെയായിട്ട് കേക്കിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും പാത്തുമോക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.